നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. തോൽവികളിലൂടെ നടന്ന് മാറ്റങ്ങളെ സ്വീകരിച്ച് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയ ഒരാളുടെ കഥയാണ് ഇന്നത്തെ ശുഭദിനത്തിൽ. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിയർ. തൊടുപുഴക്കാരനായ നൌഷാദിന്റെ ആദ്യ സംരംഭം ഒരു പലചരക്ക് കടയായിരുന്നു. കട വളരെ വിജയകരമായി മുന്നോട്ടു പോകുമ്പോഴാണ് സ്വന്തമായി ഒരു ബ്രാൻഡ് എന്ന സ്വപ്നം ഉടലെടുക്കുന്നത്. അങ്ങനെ തന്റെ ബാല്യകാല സുഹൃത്തുമായി ചേർന്ന് ഒരു കോക്കനട്ട് ഓയിലിന്റെ ബ്രാൻഡ് തുടങ്ങി. ഇത് പക്ഷേ പരാജയത്തിലേക്കാണ് എത്തിയത്. വീണ്ടും പലചരക്ക് കടയിൽ നൌഷാദ് സജീവമായി. എന്നാൽ മനസ്സിൽ അപ്പോഴും സ്വന്തമായി ഒരു ബ്രാൻഡ് എന്ന സ്വപ്നം കെടാതെ കിടന്നു. വീണ്ടും ഒരു സുഹൃത്തുമായി ചേർന്ന് അതേ ബിസിനസ്സിലേക്ക്. അവിടെയും നൌഷാദിനെ കാത്തിരുന്നത് പരാജയം തന്നെയായിരുന്നു. ഇടുക്കി ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബ്രാൻഡുകളുടെ നിലവാരം കുറഞ്ഞ എണ്ണയാണ് വിൽക്കുന്നതെന്ന് കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനം നെഗറ്റീവ് ക്യാമ്പയിൻ കൊടുത്തതോടെ ആ സ്വപ്നത്തിനുമേലും കരിനിഴൽ വീണു. എന്നാൽ തോറ്റുകൊടുക്കാൻ നൌഷാദ് തയ്യാറായിരുന്നില്ല. ഇടുക്കിയിൽ നിന്നും എറണാകുളത്തേക്ക് തന്നെ പറിച്ചു നട്ടു. കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ നാളുകൾ. ഒരു ഒറ്റമുറി ഷെഡിൽ ബിസിനസ്സും ഊണും ഉറക്കവും, രാപ്പകലില്ലാത്ത പരിശ്രമങ്ങൾ. അവസാനം നന്മ എന്ന പുതിയൊരു ബ്രാൻഡ് അവിടെ ജനിച്ചു. ഈ ബ്രാൻഡ് ജനങ്ങൾ ഏറ്റെടുത്തു. പുതിയ പങ്കാളികൾ വന്നു. നന്മ പിന്നീട് കേരാ സ്വാദ് എന്ന ബ്രാൻഡിലേക്ക് മാറി. എല്ലാ ബിസിനസിന്റെയും പ്രതിസന്ധി കാലമായ ലോക്ക്ഡൌണിൽ കേരാ സ്വാദ് 100 കോടിയിലധികം വിറ്റുവരവ് നേടി. പിന്നീട് കേരാ സ്വാദിന്റെ സാരഥിയായ നൌഷാദും 2 മക്കളും ചേർന്ന് മറ്റൊരു ബ്രാൻഡിന് തുടക്കം കുറിച്ചു, തമീമി ഫുഡ്സ്. ഇന്നും തന്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിലാണ് നൌഷാദും അദ്ദേഹത്തിന്റെ വിവിധതരം ബ്രാൻഡുകളും. മാറ്റങ്ങൾ എപ്പോഴും അനിവാര്യമാണ്. അത് ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും. കാലഘട്ടത്തിന്റെ സ്പന്ദനമറിഞ്ഞ് മുന്നോട്ടു പോകുക, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിയർ.